ശിവഗിരി HS റേഡിയോ സാസദസനിധ പനിധ മഗ മഗരിസ സാസദസനിധ പനിധ മഗ മഗരിസ ശിവഗിരി HS റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 1200 ആണ്ട് കന്നിയഞ്ച് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനം. ശ്രീനാരായണ ഗുരുവിനാൽ സ്ഥാപിതമായ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശബ്ദമായ HS റേഡിയോയുടെ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 163ാമത് ആഴ്ചയിലെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, ദേവിക, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: അമ്മ മുഖം മാനു, കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അന്താരാഷ്ട്ര ഹോക്കി പുരസ്കാരം, ഡൽഹിയെ അതിശി നയിക്കും. അധ്യാപികമാരുടെ മുറികളിൽ ക്യാമറ പാടില്ല. മഴയൊഴിഞ്ഞ ഓണത്തിന് ഒഴുകിയെത്തി സഞ്ചാരികൾ. എംപോക്സ്, അതീവ ജാഗ്രത വേണം. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് 5ാം കിരീടം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. അമ്മ മുഖം മാനു, കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അമ്മ യാത്ര പറയുകയാണ്. ഉണ്ണി എന്ന ഉള്ളുളച്ച വിളിയും വാത്സല്യ ചൂടുള്ള ഉമ്മകളും ഇനി മലയാള സിനിമയുടെ പൂമുഖത്തില്ല. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ അനേകർക്ക് അമ്മയായി മാറിയ കവിയൂർ പൊന്നമ്മ എന്ന മാതൃമുഖം ഓർമ്മയിലേക്ക്. അവസാനിക്കുന്നത് കറുപ്പിലും വെളുപ്പിലും തുടങ്ങി ഏറ്റവും പുതുതലമുറയിലേക്ക് വരെ നീണ്ട സാർത്ഥകമായൊരു ജീവിതയാത്ര. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മണിയോടെയായിരുന്നു അന്ത്യം. അർബുദ ബാധിതയായി ചികിത്സയിലായിരുന്നു. സിനിമാ നിർമ്മാതാവായിരുന്ന അന്തരിച്ച മണിസ്വാമിയാണ് ഭർത്താവ്. മകൾ ബിന്ദു അമേരിക്കയിലാണ്. മിഷിഗൺ സർവകലാശാലയിലെ പ്രൊഫസർ വെങ്കിട്ടരാമനാണ് മരുമകൻ. സിനിമാ സീരിയൽ താരം പരേതനായ കവിയൂർ രേണുക സഹോദരിയാണ്. അവസാന നാളുകളിൽ ആലുവയ്ക്കടുത്ത് കരുമല്ലാരിൽ ശ്രീപീഠം വീട്ടിലായിരുന്നു താമസം. കഴിഞ്ഞ മെയ്യിലാണ് അർബുദ രോഗം സ്ഥിരീകരിച്ചത്. മൃതദേഹം ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 മണി വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം വൈകിട്ട് 4-ന് കരുമല്ലാരിലെ വീട്ടുവളപ്പിൽ. ഇതുവഴി വരുമോ, ഇതുവഴി വരുമോ, ഒരു പനി നീ പോതരുമോ, ഇതുവഴി വരുമോ, ഇതുവഴി വരുമോ, ഒരു പനി നീ പോതരുമോ, നീ തരുമോ, പൂക്കാര പൂക്കാര കൈക്കുമ്പിളിൽ നിന്നൊരു പൂതരുമോ, പൂക്കാര പൂതരുമോ. അന്താരാഷ്ട്ര ഹോക്കി പുരസ്കാരം, ശ്രീജേഷും ഹർമൻപ്രീതും ചുരുക്കപ്പട്ടികയിൽ. മികച്ച ഹോക്കി കളിക്കാരന് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ മലയാളി താരം PR ശ്രീജേഷും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീതും ഇടം പിടിച്ചു. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിനാണ് ശ്രീജേഷിനെ പരിഗണിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വെങ്കല മെഡൽ നേട്ടത്തിൽ ഇരുവരും പ്രധാന പങ്ക് വഹിച്ചിരുന്നു. വിദഗ്ധ സമിതിയും കളിക്കാരും മാധ്യമപ്രവർത്തകരും ദേശീയ ഹോക്കി അസോസിയേഷനുകളും ഉൾപ്പെട്ട വോട്ടെടുപ്പിലൂടെയാണ് ജേതാക്കളെ തിരഞ്ഞെടുക്കുക. ഡൽഹിയെ അതിശി നയിക്കും. രാജിവെച്ച അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്ത അതിശി സിംഗ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് അതിശി സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞ ഉടനെയുണ്ടാകും. മദ്യനയ അഴിമതി കേസോടെ മങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുകയാണ് അതിശിയുടെ പ്രധാന ദൗത്യം. മന്ത്രിമാരായ ഗോപാൽ റായ്, കൈലാഷ് ഗെലോട്ട് എന്നിവരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ പാർട്ടി സ്ഥാപിച്ചതു മുതൽ കേജ്രിവാളിന്റെ വലം കൈയായുള്ള അതിശിക്ക് നറുക്കു വീഴുകയായിരുന്നു. അധ്യാപികമാരുടെ മുറികളിൽ ക്യാമറ പാടില്ല. അൺഎയ്ഡഡ് സ്കൂളുകളുടെ പ്രവർത്തനത്തിന് മാർഗരേഖ വേണമെന്ന് വനിതാ കമ്മീഷൻ. അൺഎയ്ഡഡ് സ്കൂളുകളുടെ പ്രവർത്തനത്തിന് മാർഗരേഖ വേണമെന്നും അധ്യാപകർക്ക് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ ചട്ടമുണ്ടാക്കണമെന്നും വനിതാ കമ്മീഷൻ. അധ്യാപികമാരുടെ മുറികളിലും സ്റ്റാഫ് റൂമുകളിലും സ്വകാര്യതയും സ്വാതന്ത്ര്യത്തെയും ഹാനികരിക്കുന്ന നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതും വിലക്കി.
പ്രവർത്തനത്തിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പ്രത്യേക വിജിലൻസ് കമ്മിറ്റിയോ അപ്പലേറ്റ് അതോറിറ്റിയോ പരിശോധിക്കണം. പിരിച്ചുവിടുന്ന അധ്യാപകരുടെ പരാതി കേൾക്കാൻ ജില്ലാതല അപ്പലേറ്റ് അതോറിറ്റി വേണമെന്ന കോടതി വിധി നടപ്പാക്കാത്തതിനെയും കമ്മീഷൻ വിമർശിച്ചു. ശുപാർശകൾ: അധ്യാപക, അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ കൃത്യമായ എണ്ണമെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകണം. പോഷ് ആക്ട് നടപ്പാക്കണം. അർഹമായ വേതനം നൽകുന്നുണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കണം. വേതന വർധന, ക്ഷാമബത്ത, വിരമിക്കൽ ആനുകൂല്യം എന്നിവയ്ക്ക് പൊതു മാനദണ്ഡം. പ്രസവാവധി ഉൾപ്പെടെയുള്ള ആനുകൂല്യം. വസ്ത്രധാരണ സ്വാതന്ത്ര്യം. മഴയൊഴിഞ്ഞ ഓണത്തിന് ഒഴുകിയെത്തി സഞ്ചാരികൾ. ഒറ്റ ദിവസം 10 ലക്ഷം വരുമാനം കടന്ന സാമ്പ്രാണിക്കൊടി. ഓണാവധി തിമിർപ്പിൽ സഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമായ വിനോദസഞ്ചാര മേഖല മഴയൊഴിഞ്ഞു നിന്നത് സഞ്ചാരികൾക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കും പുത്തൻ ഉണർവാണ് സമ്മാനിച്ചത്. കിഴക്കൻ മേഖലയായ തെന്മലയിലും തീരദേശമായ തങ്കശ്ശേരിയിലും തിരക്കിന് കുറവൊന്നുമുണ്ടായില്ല. വിനോദസഞ്ചാരികൾ അനുദിനം വർദ്ധിക്കുന്നയിടമായി അഷ്ടമുടിക്കായലിന്റെ മധ്യത്തിലെ സാമ്പ്രാണിക്കൊടി മാറിക്കഴിഞ്ഞെന്ന് തെളിയുന്ന വിധത്തിലായിരുന്നു ജനത്തിരക്ക്. എംപോക്സ് അതീവ ജാഗ്രത വേണം. സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ എയർപോർട്ടുകളിലും സർവെയിലൻസ് ശക്തമാക്കിയിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. 2022 എംപോക്സ് സ്ഥിരീകരിച്ചപ്പോൾ സ്വീകരിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിക്കണം. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. തുടർന്ന് യുഎസിലെ റിപ്പിൾ ലാബ്സ് എന്ന കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസി പ്രചരിപ്പിക്കുന്ന വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. NICയോട് സംഭവം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിൽ ആദ്യമായാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിലെ 2ാമത്തെ കേസാണിത്. UAEയിൽ നിന്നും വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് 5ാം കിരീടം. ആദ്യ 3 ക്വാർട്ടറുകളിലും പ്രതിരോധത്തിന്റെ വൻമതിലുയർത്തിയ ചൈനയെ അവസാന ക്വാർട്ടറിൽ ജുഗരാജ് സിംഗ് നേടിയ ഏക ഗോളിനെ മറികടന്ന് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ചാമ്പ്യന്മാരായി. 5ാം വട്ടം കിരീടമുയർത്തിയ ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ടൂർണമെന്റ് ജേതാക്കളാകുന്ന ടീമെന്ന റെക്കോർഡിനും അർഹരായി. കഴിഞ്ഞ വർഷവും ഇന്ത്യയാണ് കിരീടമുയർത്തിയിരുന്നത്. ഫൈനലിലെ ആദ്യ മിനിറ്റുകൾ തന്നെ ഇന്ത്യൻ താരങ്ങൾ മികച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ വഴങ്ങാതെ നിലകൊണ്ട ചൈനീസ് പ്രതിരോധം മത്സരം ആവേശകരമാക്കി മാറ്റി. 2ാം തവണ മാത്രം ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റിന്റെ ഫൈനലിൽ കളിക്കാനിറങ്ങിയ ചൈനീസ് ടീം പൂൾ സ്റ്റേജ് മത്സരത്തിലെ പിഴവുകൾ നിന്ന് പഠിച്ച പാഠങ്ങൾ പുറത്തെടുത്തപ്പോൾ ഇന്ത്യക്ക് ഗോളടിക്കുക വിഷമകരമായി. രാജ്കുമാർ പാലും സുഖ്ജിത് സിംഗും നിരവധി ഷോട്ടുകൾ പായിച്ചെങ്കിലും മികച്ച ഫോമിലായിരുന്ന വാങ് വെയ്ഹാവോ കാത്ത ചൈനീസ് ഗോൾ വല ചലിച്ചില്ല. ഇന്ത്യക്ക് നിരവധി പെനാൽറ്റി കോർണറുകൾ ലഭിച്ചതും പ്രയോജനപ്പെടുത്താനായില്ല. ഒടുവിൽ 51ാം മിനിറ്റിലെ ഫീൽഡ് ഗോളിലൂടെയാണ് ജുഗരാജ് സിംഗ് മത്സരത്തിന്റെ വിധി എഴുതിയത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. അമ്മമുഖം മാഞ്ഞു. കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. അന്താരാഷ്ട്ര ഹോക്കി പുരസ്കാരം. ഡൽഹിയെ അതിശി നയിക്കും. അധ്യാപികമാരുടെ മുറികളിൽ ക്യാമറ പാടില്ല. മഴയൊഴിഞ്ഞ ഓണത്തിന് ഒഴുകിയെത്തി സഞ്ചാരികൾ. എംപോക്സ് അതീവ ജാഗ്രത വേണം. സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു. സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യക്ക് 5ാം കിരീടം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 7ാം ക്ലാസ് C ഡിവിഷനിലെ അഗ്നിജ അഗ്നിമ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജിൻസാമാൻ. ശിവഗിരി HS റേഡിയോ
ആഴ്ചയിലെ ചോദ്യം: ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്പ് നേടിയ രാജ്യം? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HSFM-ൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ലഘുവിവരണം അവതരിപ്പിക്കുന്നത് അൽഫിന ഫാത്തിമ. ആന കലഹവർഷം റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ലോകത്തിന് അറിവിൻ്റെ വെളിച്ചം നൽകിയ നിരക്ഷരനായിരുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്ന ദിവ്യഗ്രന്ഥം നബി പറഞ്ഞു കൊടുത്തതാണ്. എഴുത്തും വായനയും അറിയാത്ത നബിക്ക് എങ്ങനെ ഇത്ര ഗഹനവും സുന്ദരവുമായ ഗ്രന്ഥം ചമയ്ക്കാൻ കഴിഞ്ഞു? സർവ്വകാലഘട്ടങ്ങളെയും സമുദായങ്ങളെയും മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവിതത്തെയും പ്രപഞ്ചത്തെയുമെല്ലാം വിശദീകരിക്കുന്ന ഖുർആൻ മുഹമ്മദിന് സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നുറപ്പാണ്. നബിയുടെ ദിവ്യത്വമാണ് ഇതിൽ നിന്നും വെളിവാകുന്നത്. അനാഥത്വത്തിൻ്റെ ദുരിതങ്ങൾ സഹിച്ച് വളർന്ന അദ്ദേഹം ലോകത്തിൻ്റെ നാഥനായി, ഏകദൈവ വിശ്വാസികളുടെ വഴികാട്ടിയായി. വായിച്ചു വളരുക എന്ന ശക്തിമന്ത്രം അദ്ദേഹം ഉപദേശിച്ചു. തൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും അദ്ദേഹം ലോകത്തിൻ്റെ ശ്രേയസ്സിനുള്ള ആയുധമാക്കി മാറ്റി. ഒത്ത ഉയരം, വെളുപ്പിൽ ചുവപ്പ് കലർന്ന നിറം, നീട്ടി വളർത്തിയ താടി, മുഖത്ത് ഗാംഭീര്യം, വിനയം വിടാത്ത പെരുമാറ്റം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികൾ വർണ്ണിച്ചത് അങ്ങനെയായിരുന്നു. മിതഭാഷിയും സ്നേഹകാംക്ഷിയുമായിരുന്ന അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഗാഢചിന്തയിൽ അമരുമായിരുന്നു. ഇതായിരുന്നു പ്രവാചകന്റെ രീതികൾ. തൻ്റെ ജീവിതം പ്രവാചകൻ 3 ഭാഗിച്ചിരുന്നു: ആരാധനയ്ക്കും കുടുംബത്തിനും സ്വന്തം കാര്യങ്ങൾക്കും. മുഹമ്മദ് നബി ഒരു തവണ മാത്രമേ വിശുദ്ധ ഹജ്ജ് കർമ്മം അനുഷ്ഠിച്ചിട്ടുള്ളൂ. ഹിജ്റ 10-ാം വർഷം. ഇസ്ലാമിലെ ആദ്യ ഹജ്ജായിരുന്നു അത്. ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് മദീനയിലെത്തുമ്പോഴേക്കും പ്രവാചകൻ അവശനും രോഗിയുമായി. ഹിജ്റ റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തരിച്ചു. അപ്പോൾ പ്രായം 63. മദീന പള്ളിയിലെ റൗള ഷെരീഫിലാണ് നബിയുടെ ഖബറിടം. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS Radio.